2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ചർച്ച തുടരും. എന്നാൽ നീറ്റ് വിവാദം ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. വിവരങ്ങളുമായി ഗൗതമനന്ദ നാരായണൻ ചേരുകയാണ്. ഗൗതം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ശനി ഞായർ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നിപ്പോൾ പാർലമെന്റ് സമ്മേളനം വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നത്. രാവിലെ 11-ന് ലോക്സഭയും രാജ്യസഭയും ചേരും. പക്ഷേ ഇന്നും ബഹളമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പാർട്ടികൾ ബഹളം നടത്തിയിരുന്നു. ഇന്നും അത് തുടരുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ രാവിലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലാണ് വിവിധ കേസുകളിൽ. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയുമാണ് ഈ ആം ആദ്മി നേതാക്കൾക്ക് മേൽ പിടിമുറുക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള വിമർശനം നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ ഈ ആം ആദ്മി പാർട്ടി വ്യാപകമായി നടത്തിയിരുന്നു. AAP ഇന്നിപ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ഉന്നയിച്ച് ബഹളം നടത്തും, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുമെന്നാണ് ആം ആദ്മി നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദേവിക.